എറണാകുളത്തെ അവയവ വിൽപ്പന സംഘവുമായുള്ള കോൺഗ്രസ് പ്രവർത്തകന്റെ ബന്ധം പുറത്തുവന്നു. വിൽപ്പനയ്ക്ക് ആവശ്യമായ വ്യാജരേഖ ഉണ്ടാക്കിയത് പള്ളിക്കരയിലെ കോൺഗ്രസ് പ്രവർത്തകനായ PI അൻവറിന്റെ സൈൻ ഡിജിറ്റൽ സ്റ്റുഡിയോയിലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് പഞ്ചായത്ത് 3-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമാണ് അൻവർ. അവയവ വിൽപ്പനയ്ക്കാവശ്യമായ വ്യാജരേഖകൾ നിർമ്മിച്ചെടുത്തത് കോൺഗ്രസ് നേതാവും സജീവ പ്രവർത്തകനുമായ PI അൻവറിന്റെ ഡിജിറ്റൽ സ്റ്റുഡിയോയിലാണ്. എറണാകുളം പള്ളിക്കരയിലെ സൈൻ ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ നിന്നും വ്യാജ ലെറ്റർ പാഡുകളും സീലുകളും നിർമ്മിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഇവിടുത്തെ ജീവനക്കാരനാണ് പ്രതികളിലൊരാളായ സനോജ്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റുഡിയോ ഉടമയായ കോൺഗ്രസ് പ്രവർത്തകൻ PI അൻവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് 3-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. അവയവ വിൽപ്പന കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് നജീബിന് അൻവറുമായി വർഷങ്ങളായി ബന്ധമുണ്ടെന്നാണ് നിഗമനം. നജീബും ഭാര്യയും സ്റ്റുഡിയോയിലെ നിത്യസന്ദർശകരായിരുന്നു. സാമ്പത്തിക ഇടപാടുകളടക്കം നടന്നിട്ടുണ്ടോ എന്നും സംശയിക്കുന്നു. അൻവറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുവാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. സ്റ്റുഡിയോയിൽ നിന്നും തെളിവുകളടക്കം പിടികൂടിയതോടെ മുഖ്യപ്രതി നജീബുമായി കോൺഗ്രസ് നേതാവിനുള്ള ബന്ധവും അവയവ വിൽപ്പനയിലെ പങ്കുമാണ് കണ്ടെത്തേണ്ടത്. 15-അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.